രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാൻ വന്നു, വോട്ട് ചെയ്തു, രാഹുൽ ഗാന്ധി മടങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് കാര്യമായി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം കാറിൽ കയറി തിരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് പോളിംഗ് ബൂത്തിൽ വരുമ്പോൾ കേരളത്തിലേക്ക് അങ്ങനെയാണല്ലോ രീതി, എല്ലാ പ്രധാനപ്പെട്ട VIP-കളും രാഷ്ട്രീയ നേതാക്കളും പോളിംഗ് ബൂത്തിലേക്ക് വരും. നമ്മൾ മാധ്യമങ്ങളെല്ലാവരും ക്യാമറയുമായിട്ട് ചെല്ലും, പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തും. വോട്ട് രേഖപ്പെടുത്തുന്നത് പുറത്ത് നിന്ന് പകർത്തും. പുറത്തിറങ്ങിയതിന് ശേഷം 100 മീറ്റർ അപ്പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കടുത്ത ആത്മവിശ്വാസത്തിലാണ്, 60 സീറ്റുകൾ നേടുമെന്നൊക്കെ പറയും. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പോലും മിണ്ടാതെ തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ, രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തു, മടങ്ങി, മാധ്യമങ്ങളോടൊന്നും മിണ്ടിയില്ലല്ലേ? അരുൺ, മാധ്യമങ്ങളോട് സംസാരിക്കാതെയാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് പോയത്. രാഹുൽ ഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹം മറ്റു കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തില്ല. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വോട്ട് നിർമ്മാൺ ഭവനിലെ ഈ ബൂത്തിൽ എന്താണെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകളുടെ വോട്ടും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഒപ്പം സോണിയാഗാന്ധിയുടെ വോട്ടും ഈ ബൂത്തിൽ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിലാണ് പ്രധാനപ്പെട്ട VIP വോട്ടർമാർ എല്ലാവരും ഉള്ളത് എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകളുടെയൊക്കെ വോട്ട് ഈ ബൂത്തിൽ തന്നെയാണ് ഉള്ളത്. സ്വാഭാവികമായും അവരെല്ലാം ഇവിടെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്തിയത് കോൺഗ്രസിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ സന്ദീപ് ദീക്ഷിതിന്റെ ഒപ്പമായിരുന്നു. സന്ദീപ് ദീക്ഷിത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾക്ക് ഈ വിഷയത്തിൽ തേടാവുന്നതുമാണ്. എന്താണെങ്കിലും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സമയങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ഷന്റെ ഏറ്റവും നിർണായക സമയമാണ്. രാഹുൽ ഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളും ഇനിയിപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പല ബൂത്തുകളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ദില്ലി അങ്ങോട്ട് പോളിംഗ് ബൂത്ത് സജീവമായി തന്നെ എത്തുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോഴും ഈ നിർമ്മാൺ ഭവനിലെ ഈ പോളിംഗ് ബൂത്തിൽ വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേഗം വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകാൻ കഴിഞ്ഞു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും വോട്ട് രേഖപ്പെടുത്തി നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഇപ്പോൾ കൂടുതൽ നേതാക്കൾ എത്തി വോട്ട് രേഖപ്പെടുത്തി അല്പസമയത്തിനകം ഇവിടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നോബൽ, നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഒരു ആചാരം എന്ന നിലയിൽ ഈ പറയുന്ന പോളിംഗ് ദിവസം നേതാക്കന്മാരൊക്കെ ഒരു പ്രതികരണം നമ്മൾ കൊടുക്കുക, വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ. പക്ഷേ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോടൊന്നും സംസാരിച്ചില്ല. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ പോകുന്നുണ്ട്, മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ദില്ലിയിലെ വോട്ടർമാർക്ക് ലഭ്യമാവും. ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്തതിന് പിന്നിലും ഒരു യാദൃച്ഛികതയുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് അമൃതസ്നാനത്തിന് പ്രത്യേക പ്രാധാന്യമുള്ള ഒരു ദിവസമല്ല. പക്ഷേ എങ്കിലും ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ആ ദൃശ്യങ്ങൾക്കെല്ലാം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഒന്നും സംസാരിക്കാതെ പോയിരിക്കുന്നത്. സന്ദീപ് ദീക്ഷിത് എങ്കിലും സംസാരിക്കുമോ എന്ന് ഞങ്ങളുടെ പ്രതിനിധി നോബിൾ ശ്രമിക്കും. നമുക്ക് ആ പ്രതികരണം കിട്ടുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.